2019 പോലെ സർവാധിപത്യമില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലെ NDAയുടെ ആശ്വാസ തീരം കർണാടക തന്നെയാണ്. BJP JDS സഖ്യം കന്നഡ മണ്ണിൽ 19 സീറ്റുകൾ നേടി. 1-ൽ നിന്ന് 9 സീറ്റുകൾ ഉയർത്താൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടാമെങ്കിലും DK ശിവകുമാർ തട്ടകമായ ബംഗളൂരു റൂറലിൽ സഹോദരൻ DK സുരേഷ് തോറ്റത് കോൺഗ്രസിന് തിരിച്ചടിയായി. കന്നഡ മണ്ണിൽ BJP തരംഗം ആവർത്തിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റി. 2019 ഒറ്റയ്ക്ക് മത്സരിച്ച് നേടി 25 സീറ്റിൽ നിന്ന് BJPയുടെ നില 17 കുറഞ്ഞു. JDS ജയിച്ച മാണ്ഡ്യയും കോലാറും കൂടി ചേർന്നാൽ NDA പട്ടിക 19. BJP ശക്തി കേന്ദ്രമായ വടക്കൻ കർണാടകയിലാണ് കനത്ത തിരിച്ചടി നേരിട്ടത്. പ്രജ്വൽ രേവണ്ണ വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ ആഞ്ഞു വീശിയതിനു ശേഷം വോട്ടെടുപ്പ് നടന്ന 14 മണ്ഡലങ്ങളിൽ 7ലും BJP പരാജയപ്പെട്ടു. 2019 BJP തൂത്തുവാരിയ മണ്ഡലങ്ങളാണിവ. ദേവഗൌഡയുടെ സ്വന്തം തട്ടകമായ ഹാസനിൽ പ്രജ്വൽ രേവണ്ണയുടെ തോൽവി 40,000-ലേറെ വോട്ടുകൾക്കാണ്. അതേസമയം JDS സഖ്യത്തിലൂടെ പാളയത്തിലെത്തിയ വൊക്കലിഗ വോട്ട് ബാങ്ക് NDAക്ക് ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. സീറ്റുകൾ കൂടുതൽ നേടി സേഫ് ലാൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിനും അമിതമായി ആഹ്ലാദിക്കാൻ വകയില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ അമിത പ്രതീക്ഷയും കണക്കുകൂട്ടലും ശരിവെക്കുന്നതല്ല തെരഞ്ഞെടുപ്പ് ഫലം. സ്വന്തം തട്ടകമായ ബംഗളൂരു റൂറൽ മണ്ഡലത്തിലെ തോൽവി DK ശിവകുമാറിനേറ്റ തിരിച്ചടിയാണ്. ഒപ്പം കോൺഗ്രസ് 2 അക്കത്തിലെത്താത്തതോടെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്ന രാഷ്ട്രീയ ആരോപണവും ഉയർന്നിട്ടുണ്ട്. 24 ബംഗളൂരു.